ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വന്നിട്ട് എണ്ണ ചൂടാക്കി ഒരു സവാള ഇട്ട് അതേപോലെ തന്നെ അതൊന്ന് ഉപ്പിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. എന്നിട്ട് അതിലേക്ക് വന്നിട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് എന്താ പറയുക കുഴച്ചിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ആ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഇതൊരു ഈവനിങ് സ്നാക്കായിട്ടും അതേപോലെ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കുട്ടികൾക്ക് വെറുതെ വന്നിട്ട് എന്താ സ്നാക്കായിട്ട് കൊടുത്തുവിടാം, എങ്ങനെ വേണമെങ്കിലും കൊടുത്തുവിടാൻ പറ്റിയ ഒരു എഗ് റെസിപ്പിയാണ്. ഇത് ഞാൻ മാക്സിമം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി സവാളയൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് നന്നായിട്ട് ഞാൻ ഉടച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ വന്നിട്ട് കുറച്ച് ഗരം മസാല അധികം വന്നിട്ട് ആഡ് ചെയ്യരുത്. ഇതെനിക്ക് കുറച്ച് അധികമായിട്ടുണ്ട്. കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ട് അത് റോസ്റ്റ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കുക. ഇതിലേക്ക് ഞാൻ വന്നിട്ട് മൂന്ന് മുട്ടയാണ് എടുക്കണത്. 3 മുട്ട വന്നിട്ട് എടുത്തിട്ട് നന്നായിട്ട് അത് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മസാല അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുക. അതിലേക്ക് വന്നിട്ട് ഞാൻ 1 സ്പൂൺ മൈദ, അതേപോലെ തന്നെ 1 സ്പൂൺ കോൺഫ്ലവർ, ഇത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ നന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതും കുറച്ച് പോലും ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടല്ലോ, അതിലേക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഒഴിക്കുക. ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് എനിക്ക് ബാലൻസ് അതിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഉണ്ണിയപ്പം പോലെ ഒഴിച്ചു കൊടുത്തു. ഇത് നമുക്ക് ഇഡ്ഡലി തട്ടിലും വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷേ കുറച്ച് എണ്ണയോടെ വന്നിട്ട് മുരിഞ്ഞാലാണ് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് നല്ലത്. ഒരു സ്നാക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. അടിപൊളിയായിരുന്നു ഗൈസ്. ഞാൻ ഇടയ്ക്ക് ഒരു സെറ്റ് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കെച്ചപ്പ് പോയിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ വന്നിട്ട് ഞാനൊരു പീസ് എടുത്തിട്ട് കെച്ചപ്പുമായിട്ട് കഴിച്ച് നോക്കി. അടിപൊളിയാണ് ഗൈസ്. ഈസിയാണ്, സിമ്പിൾ റെസിപ്പിയാണ്. ട്രൈ ചെയ്യുന്നത്.